نور على نور. الأول الشرك في عبادة الله تعالى، والدليل قوله تعالى: إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء. ومنه الذبح لغير الله كمن يذبح للجن أو للقبر. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തേതായി എണ്ണി അൽ അവ്വലു അശ്ശിർകു ഫി ഇബാദത്തില്ലാഹി തആല. ഒന്നാമത്തേത് അല്ലാഹുവിൽ ഇബാദത്ത് ചെയ്യുന്നതിൽ അല്ലാഹുവിനെ പങ്കാക്കലാണ്. അശ്ശിർകു ഫി ഇബാദത്തില്ലാഹി തആല. അശ്ശിർകു എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞില്ല, മറിച്ച് അശ്ശിർകു ഫി ഇബാദത്തില്ലാഹി തആല. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്കും നൽകലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമപ്പെടുത്തലാണ്. അതാണ് ഷിർക്ക്. തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹ് ഫീമാ ഹുവ മിൻ ഖസായിസില്ലാഹ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമപ്പെടുത്തലാണ് ഷിർക്ക്. ഷാഫി മദ്ഹബുകാരനായ അബുൽ മുളഫർ അസ്സംആനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തഫ്സീറു സംആനി ഹിജ്റ 485 മരണപ്പെട്ടു പോയ പണ്ഡിതനാണ്. അദ്ദേഹം ഷിർക്കിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥത്തിൽ എഴുതി, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അൻയുജ്മഅ മഅല്ലാഹി ഗൈറുല്ലാഹ് ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് ചേർക്കലാണ്. ഇതാണ് ഷിർക്ക്. ഇതാണ് ഷിർക്ക് എന്നതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ വാചകമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഷിർക്ക് ചെയ്ത ആൾക്കാർ ആരെയാണോ ഷിർക്കാക്കിയത്, അതായത് അവരുടെ മാബൂദുകളെ, ആരാധ്യന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വാചകം അള്ളാഹു പറയുന്നുണ്ട്. തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവാണ്, നമ്മൾ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. എപ്പോഴാണ് വഴികേടിലായത്? ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനോട് നിങ്ങളെ നമ്മൾ സമപ്പെടുത്തിയപ്പോൾ. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. എന്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇവർ സമപ്പെടുത്തിയത്? അധിക മുഫസ്സിറുകളും എഴുതി ഐഫിൽ ഇബാദ, ഇബാദത്തിൽ. ചില പണ്ഡിതന്മാർ എഴുതി ഐഫിൽ മഹബ്ബ, മഹബ്ബത്തിൽ. അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി. അങ്ങനെയാണ് അള്ളാഹുവിനോട് ഇവർ അള്ളാഹുവിനെ സമപ്പെടുത്തിയത്. കാരണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം, അതൊരു കടുകുമണിയോളം ചെറുതായാലും ശരി, അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ആ വിഷയത്തിൽ മറ്റേയാളെ അള്ളാഹുവിനോട് സമപ്പെടുത്തിയ ആളാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒന്നും അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അൽ ഇബാദത്തു ഹഖ്ഖുൻ സിർഫുൻ മഹ്ദുൻ ലില്ലാഹ്. ഇബാദത്ത് അള്ളാഹുവിന്റെ മാത്രം തനിച്ച അവകാശമാണ്. അത് വേറെ പോകാൻ പാടില്ല. ലാ തുസ്റഫു ലി അഹദ്, ലാ ലി മലക്കിൻ മുഖറബ്, വലാ ലി നബിയ്യിൻ മുർസൽ, വലാ ലി റജുലിൻ സാലിഹ്. അത് അള്ളാഹുവിലേറെ സാമീപ്യമുള്ള മലക്കിന് പോകാൻ പാടില്ല, അള്ളാഹു നിയോഗിച്ചയച്ച റസൂലിനും നബിക്ക് പോകാൻ പാടില്ല, സാലിഹായ ഒരു വ്യക്തിക്ക് പോകാൻ പാടില്ല, ആർക്കും പോകാൻ പാടില്ല. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അല്ലെങ്കിൽ ശിർക്ക് ചെയ്തവർ എന്തിലാണ് അള്ളാഹു സമപ്പെടുത്തിയത്? ഇബാദത്തിലാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി എന്നതാണ് അവർ ചെയ്ത ശിർക്ക്. എക്കാലത്തെയും ഷിർക്കിന്റെ അസ്ല് അടിസ്ഥാനം അതായിരുന്നു. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലായി നിയോഗിച്ചത്, നൂഹ് നബി ഏതൊരു കൗമിനെയാണ് അഭിസംബോധന ചെയ്തത്, ആ കൗമ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി എന്നതുകൊണ്ടാണ്. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചവരായിരുന്നു അവർ. അള്ളാഹുവിനെ ഇലാഹായിട്ടും അംഗീകരിച്ചിരുന്നു. അതോടൊപ്പം അള്ളാഹുവിന് അവകാശപ്പെട്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി. അതിൽപ്പെട്ടതാണ് ദുആ.
അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്തു, അള്ളാഹു അല്ലാത്തവർ ഇസ്തിഗാസ നടത്തി, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചു. ഇതൊക്കെയാണ് പഴയകാല ആദ്യകാല മുശ്രിക്കുകൾ ചെയ്ത ശിർക്ക്. അതുകൊണ്ട് തന്നെ പിൽക്കാലക്കാരായ പണ്ഡിതന്മാര് ശിർക്കിനെ വ്യാഖ്യാനിച്ചപ്പോൾ അതിനെ മാത്രം ഊന്ന് നൽകിക്കൊണ്ട് സംസാരിച്ചു. അതിൽപ്പെട്ട ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടലാണ്, അതാണ് ശിർക്ക്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ ശിർക്ക് എന്താണ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, അശ്ശിർക്കുൽ ആലം, ഏറ്റവും ഗുരുതരമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടൊപ്പം അള്ളാഹു അല്ലാത്തവരും ആരാധിക്കപ്പെടലാണ്, അള്ളാഹുവോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകപ്പെടലാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഷങ്കീത്തി, ഇമാം ഷൗക്കാനി പോലുള്ള പല പണ്ഡിതന്മാരും ശിർക്കിനെ വ്യാഖ്യാനിച്ചപ്പോൾ അവരെഴുതിയത് അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീരിൽ ശിർക്കിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞത് അള്ളാഹുവിന് അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അശ്ശിർക്ക് എന്ന് മാത്രം പറയാതെ അശ്ശിർക്കു ഫീ ഇബാദത്തില്ലാഹി തആല, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ അള്ളാഹുവിനെ പങ്കാക്കുക എന്ന് പറഞ്ഞത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. പഴയകാല ഫുഖഹാക്കൾ ഇബാദത്ത് നൽകിയ നിർവചനം എങ്ങനെയാണ്? കുല്ലു മാ അമറ അല്ലാഹു ബി, അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്തിന് നല്ലൊരു നിർവചനം നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ശേഷക്കാരായ എല്ലാ ഉലമാക്കളും പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തൊരു നിർവചനമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ മിനൽ അഖ്വാലി വൽ അഫ്ആലി ളാഹിറത്തി വൽ ബാത്തിന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ഇബാദത്ത്. എല്ലാം അടങ്ങിയ ഒറ്റ പേരാണ് ഇബാദത്ത്. ഇസ്മുൻ ജാമിഉൻ, ഉൾക്കൊള്ളിക്കുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒറ്റ പേര്. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനും പറയുന്ന ഒറ്റ പേര് ഇബാദത്ത്. വയർളാ, അള്ളാഹ് തൃപ്തിപ്പെടുന്ന എല്ലാത്തിനും പറയുന്ന ഒറ്റ പേരാണ് ഇബാദത്ത്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അത് വാക്കുകളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ, പ്രത്യക്ഷത്തിലുള്ളതാവട്ടെ പരോക്ഷത്തിലുള്ളതാവട്ടെ, എല്ലാം അതിന് പറയുന്ന ഒറ്റ വേർഡാണ് ഇബാദ. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന വാക്കുകളോ പ്രവൃത്തികളോ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അവൻ അള്ളാഹുവിന് ഇബാദത്തിൽ ശിർക്ക് വച്ചു. ശിർക്ക് ഗുരുതരമായ പാതകമാണ്. ഇന്ന ശിർക ലളുൽമുൻ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅബുദല്ലാഹ വലാ ഉശ്രിക ബി ഇലൈഹി അദ്ഉ വ ഇലൈഹി മആബ്. ഓ പ്രവാചകരെ, അങ്ങ് പറയണം, പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി ഇന്നമാ ഉമിർതു അൻ അഅബുദല്ലാഹ്, ഞാൻ കൽപ്പിക്കപ്പെട്ടത് തന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, വലാ ഉശ്രിക ബിഹി, അവന് ശിർക്ക് വെക്കാതിരിക്കാനുമാണ്, ഇലൈഹി അദ്ഉ വ ഇലൈഹി മആബ്, അവനിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്, അവനിലേക്കാണ് എൻ്റെ മടക്കവും എന്ന്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു, ഖുൽ ഇന്നി നുഹീതു അൻ അഅബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഇബാദത്ത് നൽകുന്നത് ഞാൻ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നും പ്രഖ്യാപിക്കുക പ്രവാചകരെ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നഖശികാന്തം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ഗുരുതരമായ പാതകമാണ് ശിർക്ക്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൊച്ചുമകനെ വിളിച്ചുപദേശിക്കുന്ന ഉപദേശത്തിൽ ഒന്നാമത്തെ ഉപദേശം അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞത്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം, ഏ കൊച്ചുമകനെ നീ ശിർക്ക് ചെയ്യരുത്, ശിർക്ക് മഹാപാതകമാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ 3 കാര്യങ്ങളിലും ശിർക്ക് വന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും.
ഇവിടെ ഇബാദത്തിൽ മാത്രം പറഞ്ഞത് ഏറ്റവും കൂടുതൽ സംഭവിച്ചതായത് കൊണ്ടാണ്. അപ്പോൾ ശിർക്കും ഫിൽ റുബൂബിയ്യ ഉണ്ട്, ശിർക്കും ഫിൽ അസ്മാഇ വസിഫാത്ത് ഉണ്ട്, ശിർക്കും ഫി അൽ ഉലൂഹിയ്യത്തിലും ഉണ്ട്. ശിർക്കും ഫിൽ ഉലൂഹിയ്യത്താണ് അശ്ശിർക്കു ഫി ഇബാദത്തില്ലാഹി തആല. ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉബൂദിയ്യത്ത്. ശിർക്ക് 3 രീതിയിലാണ്. ഒന്ന് ശിർക്കുൻ ഫിൽ റുബൂബിയ്യ, 2 ശിർക്കുൻ ഫിൽ ഉലൂഹിയ്യ, 3 ശിർക്കുൻ ഫിൽ അസ്മാഇ വസിഫാത്ത്. ഇത് 3ലും ശിർക്ക് സംഭവിക്കാം. കാരണം ഇത് 3ഉം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതിൽ 3ൽ ഏതെങ്കിലും ഒന്നിൽ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് അവകാശപ്പെട്ട ഈ കാര്യങ്ങൾ നൽകിയാൽ അവൻ ശിർക്ക് സംഭവിച്ചവനായി, അവൻ ശിർക്ക് ചെയ്തവനായി. ഉദാഹരണത്തിന് റുബൂബിയ്യത്തിൽ അള്ളാഹു റബ്ബാണ്. ഒരാൾ പറയാണ് റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ കൗലുഹു റബ്ബൻ, അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിക്കലാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏകനാണെന്ന് അംഗീകരിക്കുന്നതിനാണ് റുബൂബിയ്യത്ത് എന്ന് പറയുക. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏകനാണെന്ന് അംഗീകരിക്കുന്നതിനാണ് തൗഹീദുർ റുബൂബിയ്യ. 3 വിശേഷണങ്ങൾ അടങ്ങിയ ഒരാൾക്കാണ് റബ്ബ് എന്ന് പറയുക. ഖൽക്ക്, മിൽക്ക്, തദ്ബീർ. ആരാണോ ഖാലിക്ക്, ആരാണോ മാലിക്ക്, ആരാണോ മുദബ്ബിർ, സ്രഷ്ടാവ്, ഉടമസ്ഥൻ, നിയന്ത്രിക്കുന്നവൻ, ഈ 3 അധികാരം ആരിൽ സംക്ഷിപ്തമാണോ അവന് പറയുന്ന ഒറ്റ വേർഡാണ് റബ്ബ്. അതാരാണ്? അള്ളാഹു മാത്രമാണ്. അവിടെ തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ലോകം ഭരിക്കുന്നത് മുദബ്ബിറുൽ ആലം CM മടവൂരാണെന്ന് പറഞ്ഞാൽ അവൻ തൗഹീദുർ റുബൂബിയ്യയിൽ ശിർക്ക് വെച്ചവനായി. മഴ പെയ്യിപ്പിക്കുന്നത് മൊഹീദ്ദീൻ ശൈഖാണെന്ന് വിശ്വസിച്ചാൽ അവൻ, അല്ലെങ്കിൽ മക്കളെ തരുന്നവൻ, അല്ലെങ്കിൽ കച്ചവടത്തിൽ ലാഭം തരുന്നവൻ ഇന്ന മഹാന്മാരാണ് എന്ന് വിശ്വസിച്ചാൽ അവൻ തൗഹീദുർ റുബൂബിയ്യത്തിൽ ശിർക്ക് വെച്ചവനായി. തൗഹീദുൽ അസ്മാഉ വസിഫാത്ത് അള്ളാഹുവിന്റെ ഇസ്മകളിലും നാമങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കലാണ്. അതിലുള്ള ശിർക്ക് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇസ്മുകളോ വിശേഷണങ്ങളോ അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ്. എവിടുന്ന് വിളിച്ചാലും കേൾക്കുക എന്ന വിശേഷണം അള്ളാഹിൻ്റെതാണ്. ഒരാൾ പറയാണ് മൊയ്തീൻ ഷെയ്ഖ് എവിടുന്ന് വിളിച്ചാലും കേൾക്കും. വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായു കൂടാതെ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ. ഇതൊക്കെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ്. ഉലൂഹിയത്തിലുള്ള ശിർക്ക് നമ്മൾ ഇത്രയേരം വിശദീകരിച്ച ഇബാദത്തിലുള്ള ശിർക്കാണ്. ഈ ശിർക്ക് അടിസ്ഥാനപരമായും 2 വിഭാഗമാണ്. ഒന്ന് ഷിർക്കുൻ അക്ബർ, 2 ഷിർക്കുൻ അസ്ഗർ. ഷിർക്കുൻ അക്ബറും ഷിർക്കുൻ അസ്ഗറും. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ വലിയ ശിർക്ക്. ഷിർക്കുൻ അക്ബർ ആരെങ്കിലും സംഭവിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും, അവൻ കാഫിറാകും. ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ചെറിയ ശിർക്ക്, അത് വൻപാപമാണ്. ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയില്ല. എന്നാൽ നാളെ പരലോകത്ത് മാപ്പുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷിർക്കുൻ അക്ബർ ചെയ്തിട്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അവനക്ക് മാപ്പന്നില്ല. എന്നാൽ ഷിർക്കുൻ അസ്ഗർ ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ മാപ്പുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ട്. ഷിർക്കുൻ അക്ബർ അടിസ്ഥാനപരമായും 4 എണ്ണമാണ്. 4 ഷിർക്കുകൾ ഷിർക്കുൻ അക്ബറാണ്. ഒന്ന് ഷിർക്കും ഫി ദുആ, ദുആയിലുള്ള ഷിർക്ക്. അല്ലാഹുവിനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ, സഹായം തേടൽ, ഷിർക്കും ഫി ദുആ, ദുആയിലുള്ള ഷിർക്ക്. ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ടാമത്തെ നാക്കൽ വിശദീകരിക്കുമ്പോൾ പറയാം. രണ്ടാമത്തെ ഷിർക്കും ഫി താഅ, അനുസരണയിലുള്ള ഷിർക്ക്. അല്ലാഹു അല്ലാത്തവരെ അവർ അനുസരിക്കപ്പെടാൻ അർഹരാണ്, അവർക്ക് ഹലാല് ഹറാമുകൾ നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അനുസരിച്ചാൽ അവൻ അനുസരണയിൽ ശിർക്ക് വന്നു. ഒരാൾ പറയാൻ ഇന്ന വ്യക്തി അയാൾക്ക് ഹലാല് ഹറാമുകൾ നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്, നിഷിദ്ധമാക്കാനും അനുവദനീയമാക്കാനുമുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ അവൻ അനുസരണയിൽ ശിർക്ക് വെച്ചവനാണ്. നസാറാക്കളെ വിമർശിച്ചിട്ട് അള്ളാഹു പറഞ്ഞത് അതാണ്, ഇത്തഖദു
അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ് വൽ മസീഹ ഇബ്നു മറിയം. അവർ നസാറാക്കൾ ഇത്തഖദു അഹ്ബാറഹും അവരുടെ പുരോഹിതന്മാരെയും വറുഹ്ബാനഹും അഹ്ബാറഹും അവരുടെ പണ്ഡിതന്മാരെയും വറുഹ്ബാനഹും പുരോഹിതന്മാരെയും അവരാക്കി അർബാബം മിൻ ദൂനില്ലാഹ് അല്ലാഹ്ക്ക് പുറമെ റബ്ബുകളാക്കിയത്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നു, പ്രവാചകരെ, അദ്ദേഹം മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നു, പിന്നെ മുസ്ലിം ആയതാണ്. നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്ന കാലത്ത് നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മുടെ പണ്ഡിതന്മാരെയോ പുരോഹിതന്മാരെയോ ആരാധിച്ചിട്ടില്ല, റബ്ബുകളാക്കിയിട്ടില്ല. പിന്നെന്താ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞത്? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവർ ഒരു കാര്യം ഹറാമാക്കിയാൽ നിങ്ങൾ അത് ഹറാമായി കാണാറില്ലേ? ഒരു കാര്യം ഹലാലാക്കിയാൽ നിങ്ങൾ അതിനെ ഹലാലായും കാണാറില്ലേ? അപ്പോൾ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതെ, കാണാറുണ്ട്. തിൽക ഇബാദത്തുഹും, അതാണ് അവർക്കുള്ള ഇബാദത്ത്. ഈ ഹദീസിന്റെ സനദിൽ ളഅഫ് ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ടെങ്കിലും മുഫസ്സിറുകളെല്ലാം ഏകം കണ്ടേനെ ഉദ്ധരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു റിപ്പോർട്ടാണിത്. എല്ലാവരും ഈ റിപ്പോർട്ട് ഈ ആയത്തിന്റെ തഫ്സീറായി ഉദ്ധരിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴാണ് അനുസരണയിൽ ശിർക്ക് വരുന്നത്? ആരെയാണോ അനുസരിക്കുന്നത് അവർക്ക് ഹലാലും ഹറാമും നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുമ്പോൾ അപ്പോഴാണ് ശിർക്ക് വരുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നിരോധിക്കപ്പെട്ട അനുസരണം രണ്ടാക്കി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഹലാലും ഹറാമും നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാളെ അനുസരിക്കൽ, അത് ശിർക്കാണ്. രണ്ട്, ഹലാല് ഹറാം നിശ്ചയിക്കാനുള്ള അധികാരം നീയാക്കില്ല, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഹറാമ് തന്നെയാണ്, പക്ഷെ ദേഹേച്ഛ കടിമപ്പെട്ടുകൊണ്ട് കൂട്ടുകാരൻ പറഞ്ഞതുകൊണ്ട് മറ്റെന്തെങ്കിലും സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഹറാമ് ചെയ്യാൻ അനുസരിച്ചാൽ അവൻ മാസിയത്ത് ചെയ്യുകയായി. അപ്പോൾ ശിർക്കായ അനുസരണമുണ്ട്, മാസിയത്തായ അനുസരണമുണ്ട്. ശിർക്കായ അനുസരണം ഹലാലും ഹറാമും നിശ്ചയിക്കാനുള്ള അധികാരം അവർക്കുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുമ്പോഴാണ്. മാസിയത്താകുന്ന എപ്പോഴാണ്? അള്ളാഹു ഹറാമാക്കിയതാണെന്ന് അറിഞ്ഞിട്ടും അത് അള്ളാഹു ഹറാമാക്കിയതാണെന്ന് തന്നെ വിശ്വസിക്കുകയും ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇയാൾക്ക് ഹലാലും ഹറാമും ആക്കാനുള്ള അധികാരമൊന്നും ഇല്ല എങ്കിലും അയാളുടെ കൂടെ കൂടിയിട്ട് ദേഹേച്ഛ കടിമപ്പെട്ടുകൊണ്ട് അനുസരിക്കാം. ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ കൂടിച്ച് ഹറാം ചെയ്യും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ അനുസരിച്ചു കൊണ്ട് ഹറാം ചെയ്യും. അത് ഹറാമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ്. ഇങ്ങനെ അനുസരണയെ രണ്ടാക്കേണ്ടതുണ്ട്. ഇങ്ങനെ രണ്ടാക്കാതെ അനുസരണയെ വ്യാഖ്യാനിച്ചവരുണ്ട്. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്, ഇഖ്വാനുൽ മുസ്ലിമൂൻ. അവർ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥത്തെ തന്നെ അട്ടിമറിച്ചു. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മുതാഅ ഇല്ലല്ലാഹ്, അനുസരിക്കപ്പെടാൻ അർഹൻ അല്ലാഹ് മാത്രമാണ്, അല്ലെങ്കിൽ ലാ ഹാക്കിമിയത്ത ഇല്ലല്ലാഹ്, ഹാക്കിമിയത്തിന് അർഹത, ഹുക്മ തീരുമാനിക്കുന്ന അർഹത അള്ളാഹ്ക്ക് മാത്രമാണ് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് പറഞ്ഞു. സത്യത്തിലെ അർത്ഥം തെറ്റാണ്. എന്നിട്ട് ലാ മുതാഅ ഇല്ലല്ലാഹ്, അനുസരിക്കപ്പെടാൻ അർഹൻ അല്ലാഹ് മാത്രമാണെന്ന് വ്യാഖ്യാനിച്ചു. അവര് പറഞ്ഞു ആരനുസരിക്കാൻ പാടില്ല, മുത്തലക നിരുപാധികം അനുസരണം കുഫ്റാണ്, ശിർക്കാണ് പറഞ്ഞു. അവരുടെ ഈ വാദപ്രകാരം മുസ്ലിമായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? എത്ര ആൾക്കാർ മാസ്യത്തിന്റെ വിഷയത്തിൽ മറ്റുള്ളവർ അനുസരിക്കുന്നുണ്ട്? അപ്പൊ നിരുപാധിക എല്ലാ അനുസരണവും ശിർക്കും കുഫ്റുമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കാഫിറുകളും മുശ്രിക്കുകളുമായി മാറും. നേരെ മറിച്ച് സലഫി ഉലമാക്കൾ അനുസരണ ഈ രീതിയിൽ രണ്ടാക്കി തിരിച്ചതിനെ വിശദീകരിക്കുകയാണെങ്കിൽ പ്രശ്നം കഴിഞ്ഞു. എപ്പോഴാണ് ഒരു അനുസരണം ശിർക്കാകുക? അനുസരിക്കുന്ന ആൾ ഹലാലും ഹറാമും നിശ്ചയിക്കാൻ അധികാരമുള്ളവരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുമ്പോഴാണ് ശിർക്കാകുക. അല്ല എങ്കിൽ മാസ്യത്തെ ആവുകയുള്ളൂ, ശിർക്കാകുകയില്ല. മൂന്നാമത്തെ ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ ഫിന്നിയ്യ, നീയത്തിലുള്ള ഷിർക്ക്. നീയത്തിലുള്ള ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശത്തിലുള്ള, ലക്ഷ്യത്തിലുള്ള ഷിർക്ക്. ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു നീയത്തുണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും. എന്നാൽ ഒരാൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അയാളുടെ ലക്ഷ്യം ദുനിയാവാണ്, ആഖിറമേ ഇല്ല. അള്ളാഹു കൽപ്പിച്ചതാണ്, നിരോധിച്ചതാണ് എന്നുള്ള ചിന്തയില്ല, കൂലി കിട്ടണമെന്നില്ല, അത് ഹലാലാണോ ഹറാമാണോ എന്നില്ല. ഭൗതിക ലക്ഷ്യങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ അമലുകൾ ചെയ്യുക, അവർ നീയത്തിൽ ശിർക്ക് വെച്ചവരാണ്. അതാണ്
അല്ലാഹു സുബ്ഹാനഹു വമൻ യുരിദ് ഹയാത്ത് വമൻ മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ല നാർ വഹബിത മാ സനഉ ഫീഹാ വബാതിലു മാ കാനൂ യഅമലൂൻ. വെറും ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചവർ, അവർക്ക് ദുനിയാവിൽ എന്താണ് ലക്ഷ്യം വെച്ചത് അത് കിട്ടും, എന്നാൽ ആഖിറത്തിൽ അവർക്ക് നരകം മാത്രമാണ്, അവരുടെ കർമ്മങ്ങളെല്ലാം ബാത്തിലായി പൊളിഞ്ഞു പോകുന്നതാണ് എന്ന്. അതാണ് ശിർക്ക് ഫിന്നിയ്യ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈ ശിർക്ക് ബഹ്റുൻ ലാ സാഹില ലഹ്, കരയില്ലാ കടലാണ്, എല്ലാവരും കുടുങ്ങി പോകും. വളരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നിയ്യത്തിനെ എപ്പോഴും നന്നാക്കിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട് എന്ന്. എപ്പോഴും പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചാണ് പ്രവർത്തിക്കേണ്ടത്, ആഖിറത്തിൽ പ്രതിഫലം കിട്ടാനാണ് പ്രവർത്തിക്കേണ്ടത്. നാലാമത്തെ ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ ഇതൊക്കെ പറഞ്ഞത് ഷിർക്കുൻ ഫിൽ ദുആ, ഷിർക്കുൻ ഫിൽ താഅ, ഷിർക്കുൻ ഫിൽ നിയ്യ. നാലാമത്തേത് ഷിർക്കുൻ ഫിൽ ദുആ, ഷിർക്കുൻ ഫിൽ നിയ്യ, ഷിർക്കുൻ ഫിൽ താഅ, ഷിർക്കുൻ ഫിൽ മഹബ്ബ. മഹബ്ബത്തിലുള്ള ഷിർക്ക്, ഷിർക്കുൻ ഫിൽ മഹബ്ബ. പല ഉലമാക്കളും മക്കാ മുശ്രിക്കുകളുടെ ഷിർക്കിനെ വിശദീകരിച്ചിട്ട് എഴുതിയത് അവർക്ക് സംഭവിച്ച ഷിർക്ക് ഷിർക്കും ഫിൽ മഹബ്ബയാണ് എന്നാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരെയും സ്നേഹിച്ചു. ഔലിയാക്കളെ സ്നേഹിക്കുക, അവരുടെ ആരാധകന്മാരെ സ്നേഹിക്കുക, സ്നേഹം അതിര് കവിഞ്ഞ് അവർ ആരാധിക്കുന്നിടത്തേക്ക് എത്തി. അവർ ഭയങ്കര സംഭവമാക്കി കണ്ട് ആരാധനയിലേക്ക് എത്തിയതാണത്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ജനങ്ങളെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർ അള്ളാഹ്ക്ക് പുറമെ ചില നിദ്ദുകളെ പകരക്കാരെ നിശ്ചയിക്കുകയും അവരെ അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന്. റാത്തിയായ സ്നേഹം അള്ളാഹിനോടേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ആരെ സ്നേഹിക്കുന്നുണ്ട് എങ്കിലും അതൊന്നുകിൽ അള്ളാഹിന്റെ പേരിലാകണം, അള്ളാഹിന്റെ വിഷയത്തിലാകണം, അള്ളാഹ്ക്ക് വേണ്ടിയാകണം. അല്ലാതെ റാത്തിയായ സ്നേഹമില്ല. അടിസ്ഥാന സ്നേഹം ആരോടാണ്? അള്ളാഹിനോടാണ്. പിന്നെ ബാക്കി സ്നേഹങ്ങളൊക്കെ അള്ളാഹുമായി ബന്ധപ്പെട്ടവരോടാണ്, അള്ളാഹുവിന്റെ പേരിൽ സ്നേഹം. ഷെയ്ഖ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മഹബത്ത് 4 രീതിയിലാണ്, 3 രീതിയിലാണ്. ഒന്ന് മഹബത്തുള്ള, അള്ളാഹിനെ സ്നേഹിക്കുക. അള്ളാഹിനെ സ്നേഹിക്കുക മാത്രം പോരാ, എല്ലാവരും ആരെ സ്നേഹിച്ചിട്ടുണ്ട്? അള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട്. ജൂതന്മാർ ഗസ്തറൊക്കെ അള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട്. അള്ളാഹിനെ മാത്രം സ്നേഹിക്കണം, അപ്പൊ ഈ തൗഹീദാവും. രണ്ടാമത്തേത് അള്ളാഹിന്റെ പേരിൽ സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. അത് ദീനാണ്, അത് ഇസ്ലാമാണ്. അതാണ് ഇസ്ലാം. സ്നേഹം എന്തിനാകണം? ലിഅജ്ലിഹി ഔ ഫീഹി, അള്ളാഹിന്റെ പേരിൽ അള്ളാഹ്ക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കണം. മൂന്നാമത്തേത് മഹബത്തുൻ മഅല്ലാഹ്, അള്ളാഹിനോടൊപ്പം സ്നേഹിക്കുക. അത് ശിർക്കാണ്. അള്ളാഹിനോടൊപ്പം ആരെയും സ്നേഹിക്കാൻ പാടില്ല. അപ്പോൾ പല വ്യക്തികളും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാനുള്ള കാരണം എന്താണ്? അവരുള്ള സ്നേഹം. സ്നേഹം അതിര് കവിഞ്ഞതാണ്. ഇന്നും കാണാം ഖബറാരാധകർ അവരുടെ ഔലിയാക്കളെ സ്നേഹിക്കുന്നത് ഭയങ്കരം. ആ ഔലിയാക്കളെ സംബന്ധിച്ച് പറയുന്ന പോലത്തെ വർത്താനങ്ങൾ ചിലപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നുണ്ടാവില്ല. അള്ളാഹിനെ പറഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. എന്നാൽ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹാലങ്ങളകും, ദേഷ്യം പിടിക്കും. ഔലിയാക്കളെ ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കിട്ടങ്ങ് കയറും. ആണ് അള്ളാഹു പറഞ്ഞത്, അള്ള മാത്രം എന്ന് പറയപ്പെട്ടാൽ ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാവും, അവർ വരണ്ടോടും, അവർ അഹങ്കാരം വർദ്ധിക്കും, അവർ ഉൾക്കൊള്ളൂല. അള്ളാഹു അല്ലാത്ത ആൾ പറയപ്പെട്ടാലോ അത് ഭയങ്കര സന്തോഷമാണ്. അല്ല, ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര നമ്മളാള്. അതിര് കഴിഞ്ഞ സ്നേഹം ഇന്നും ഖബറാരാധകന്മാരെ ഖബറാരാധനയിൽ കൊണ്ടെത്തിച്ചത് ഔലിയാക്കളോടുള്ള അമിതമായ സ്നേഹമാണ്. ഈ 4 ശിർക്ക് ശിർക്കുൻ അക്ബറാണ്. ശിർക്കുൻ ഫിൽ ദുആ, ശിർക്കുൻ ഫിൽ താഅ, ശിർക്കുൻ ഫിൽ നിയ്യ, ശിർക്കുൻ ഫിൽ മഹബ്ബ. ഷിർക്ക് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഷിർക്ക് വലിയ പാതകമാണ്.
മറ്റ് പാപങ്ങൾക്കില്ലാത്ത അടിസ്ഥാനപരമായ 3 ശിക്ഷകൾ ശിർക്കിനുണ്ട്. അതൊന്ന് ശൈഖ് ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ഇതിന്റെ ദലീലായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വമൻ യുശ്രിക് എന്നാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു ശിർക്ക് ചെയ്ത ഒരുത്തൻ എന്തില്ല പുറത്തു കൊടുക്കുകയില്ല. ശിർക്ക് ചെയ്ത് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? മരണപ്പെട്ടാലാണ്. മരിക്കുന്നതിന് മുമ്പ് ഏത് പാപത്തിൽ നിന്നും മഗ്ഫിറത്തുണ്ട്, തൗബയുണ്ട്. തൗബയില്ലാത്ത ഒരു പാപം ദുനിയാവിലില്ല. ഒരാൾ ശിർക്ക് ചെയ്തിട്ട് മരണപ്പെട്ടാൽ തൗബയില്ല, അയാൾക്ക് മഗ്ഫിറത്തില്ല. ഇതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. മറ്റൊരു ആയത്തിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിർ ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ് ദുനിയ വൽ ആഖിറ വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, ആരെങ്കിലും തന്റെ ദീനിൽ നിന്ന് മുർത്തദ്ദായി പോയാൽ ഫയമുത്, അങ്ങനെ അവൻ മരണപ്പെട്ടു, വഹുവ കാഫിർ, കാഫിറായിട്ട് മരണപ്പെടുകയും ചെയ്താൽ ഫഉലൈക അസ്ഹാബുൻ നാർ, അക്കൂട്ടരാണ് നരകത്തിന്റെ അഹ്ലുകാർ. ഔലൈക ഹബിതത് അഅമാലുഹും ഫിദ് ദുനിയ വൽ ആഖിറ, അവരുടെ കർമ്മങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും പൊളിഞ്ഞു പോകും. വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകത്തിന്റെ അഹ്ലുകാരാണ്, അവർ കാലാകാലം നരകത്തിലാണ്. അതാണ് ശിർക്കിന്റെ ഒന്നാമത്തെ കുറ്റം. എന്താണ്? ശിക്ഷ എന്താണ്? ശിർക്ക് ചെയ്തവന് മരണത്തിന് ശേഷം മഗ്ഫിറത്തില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. മറ്റു പാപങ്ങൾക്ക് മഗ്ഫിറത്തുണ്ട്. മരിച്ചാലും അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. ശിർക്കല്ലാത്ത പാപം ചെയ്ത് മരിച്ചവൻ അത് എത്ര കടലിന്റെ നുരയോളം പാപം ചെയ്തവനാണെങ്കിലും ശരി, അവൻ ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹ് പുറത്തു കൊടുക്കും. അള്ളാഹ് പറഞ്ഞതാണ്, യബ്ന ആദം, ഓ ആദം സന്തതി എന്ന് വിളിച്ചിട്ട് അള്ളാഹ് പറഞ്ഞതാണ്, നീ ആകാശം മുട്ടെ പാപവുമായിട്ടാണ് എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ, എന്നെ കണ്ടുമുട്ടുമ്പോൾ എന്നെ ശിർക്ക് വെക്കാതെയാണ് നീ കണ്ടുമുട്ടുന്നത് എങ്കിൽ ആകാശം മുട്ടെ മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതാണ് എന്ന്. ശിർക്കല്ലാത്ത പാപങ്ങൾ ആകാശം മുട്ടയുണ്ട് ഒരാളത്. ശിർക്ക് ചെയ്യാതെയാണ് അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അള്ളാഹ് പറയാൻ, ഞാൻ ആകാശം മുട്ടെ മഗ്ഫിറത്തുമായി നിന്നെ കണ്ടുമുട്ടുന്നതാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ മഹത്താണ്, ഒരു മുവഹിദിന്റെ ദറജയാണ്. തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുടെ സ്ഥാനമാണ്. അതാണ് പാപം ചെയ്യാൻ അനുവദിക്കുന്നതല്ല. ശിർക്കിന്റെ ഗൗരവമാണ്. ശിർക്ക് അല്ലാഹ് പൂർത്തിയല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ ശിക്ഷ, ശിർക്ക് ചെയ്താൽ അവൻ ചെയ്ത സകല സൽക്കർമ്മങ്ങളും ബാത്തിലാണ്. മറ്റു പാപങ്ങൾ ചെയ്താൽ സൽക്കർമ്മങ്ങൾ ബാത്തിലാവില്ല, അവൻ പാപം ചെയ്ത കുറ്റം കിട്ടും. ശിർക്ക് ചെയ്താൽ സൽക്കർമ്മങ്ങൾ മുഴുവനും ബാത്തിലാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ പ്രവാചകരെ, അങ്ങേക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്, ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ് ബോധനം നൽകിയത്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ പാപങ്ങളെല്ലാം, സൽപ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. എല്ലാ പാവവും നിഷ്ഫലമായി പോകും, ഒന്നും സ്വീകരിക്കൂല. ഒരാള് 60 കൊല്ലം ജീവിച്ചു കൂട്ടിക്കോ, 60 കൊല്ലം നിസ്കരിച്ച നിസ്കാരം, 60 കൊല്ലം ഹജ്ജ് ചെയ്ത ഹജ്ജ്, 60 കൊല്ലം സക്കാത്ത് കൊടുത്ത സക്കാത്ത്, 60 കൊല്ലം നിർവഹിച്ച നോമ്പ്, 60 കൊല്ലം ഏതെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ബാത്തിലാകും. ജീവിതത്തിൽ ഒരിക്കൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അയാൾ ദർഗയിൽ പോകുന്ന ആളാണ് എങ്കിൽ, ഖബറാളികളോട് തേടുന്ന ആളാണ് എങ്കിൽ, ഖബറാളികൾക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളാണ് എങ്കിൽ, ഉറൂസ് നടത്തുന്ന ആളാണ് എങ്കിൽ, മരിച്ചവരെ വിളിച്ച് സഹായം തേടുന്ന ആളാണ് എങ്കിൽ, ഈ 60 കൊല്ലവും വേസ്റ്റാണ്. അവൻ കാഫിറാണ്, മുശ്രിക്കാണ്. അവന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണ്. അങ്ങനത്തെ ആൾക്കാരുടെ കർമ്മങ്ങൾ അല്ലാതെ എന്നറിയോ? വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബഅൻ മൻതൂറ. ആ കർമ്മങ്ങളൊക്കെ അള്ളാഹ് എടുത്തിട്ട് കാറ്റിങ്ങ് പറത്തിക്കളയും, ഒന്നും സ്വീകരിക്കില്ല, ഒക്കെ വേസ്റ്റ്. സക്കാത്ത് വേസ്റ്റ്, ഹജ്ജ് വേസ്റ്റ്, നോമ്പ് വേസ്റ്റ്, എല്ലാം വേസ്റ്റ്. എന്തില്ലാത്തത് കൊണ്ട്? തൗഹീദ് ഇല്ലാത്തത് കൊണ്ട്, ശിർക്ക് ചെയ്തത് കൊണ്ട്, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട്, ദർഗയിൽ തവാഫ് ചെയ്തത് കൊണ്ട്, ദർഗയിൽ നേർച്ച വഴിപാടുകൾ നടത്തിയത് കൊണ്ട്, എല്ലാം മാത്രമേ. ശിർക്ക് ചെയ്താലുള്ള മൂന്നാമത്തെ ശിക്ഷ, മറ്റു പാപങ്ങൾക്കില്ലാത്ത മൂന്നാമത്തെ ശിക്ഷ,
ഷിർക്ക് ചെയ്തവൻ മരണപ്പെട്ടാൽ കാലാകാലം നരകത്തിലാണ്, അവർക്ക് സ്വർഗമേ ഇല്ല. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി ബനു ഇസ്രായേലിനോട്, നസാറാക്കളോട് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, ശിർക്ക് പോലുള്ള ദുൽമ് ചെയ്ത ളാലിമീങ്ങൾക്ക് നാളെ പരലോകത്തൊരു സഹായം ഉണ്ടാകുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമ്മാത മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅ ദഖലൽ ജന്ന വമമ്മാത യുശ്രികു ബിഹി വമൻ ലഖിയല്ലാഹ യുശ്രികു ബിഹി ദഖലൻ നാർ. ആരെങ്കിലും ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ശിർക്ക് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ നരകത്തിലും പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമ്മാത വഹുവ യദഉ മിൻ ദൂനില്ലാഹി നിതൻ ദഖലൻ നാർ. അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവനായ ഒരാൾ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. മുശ്രിക്കിന്റെ സങ്കേതം നരകമാണ് കാലാകാലം. ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് നരകത്തിന്റെ ആൾക്കാർ, അവർ അവിടെ ശാശ്വതരാണ്. വളരെ ഗൗരവമുള്ളൊരു അമലാണ് ഷിർക്ക്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഷിർക്കൻ പ്രവർത്തനത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു. വമിൻഹു അദ്ദബഹു ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുന്നത് പോലെ അത് ഷിർക്കാണ്. അദ്ദബഹു ലിഗൈരില്ലാഹ്, അറവ് ഇബാദത്താണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ അല്ലാഹു നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും അറവ് നടത്തുകയും ചെയ്യുക. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരവും എൻ്റെ അറവും എൻ്റെ മരണവും ജീവിതവും ലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മാത്രമാകുന്നത്. അപ്പൊ അറവ് അള്ളാഹുവിന്റെ മാത്രമുള്ളതാണ്. ലാനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും അറവ് നടത്തിയാൽ അവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഹറാമായ പ്രവർത്തനത്തിന്റെയും മേലെ ഗൗരവമുള്ള പ്രവർത്തനമാണ് ലാനത്ത് ചെയ്യപ്പെട്ട പ്രവർത്തനം. ഒരു കാര്യം ഹറാമാണ് എന്ന് പറയുന്നതും ഒരു കാര്യം ലാനത്ത് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതും വ്യത്യാസമുണ്ട്. ഹറാമിനേക്കാൾ മേലെ ഗൗരവമുള്ളതാണ് ലാനത്ത് ചെയ്യപ്പെട്ട വിഷയം. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുക എന്നുള്ളത് ഒരു മൽഊനാണ്. അവൻ നന്മയിൽ നിന്നും ഖൈറിൽ നിന്നും അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്നും ആട്ടപ്പെട്ടവനാണ്, വിദൂരത്തായപ്പെട്ടവനാണ്. അറവ് പണ്ഡിതന്മാർ പൊതുവെ 4 രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അറവ് 4 രീതിയിലാണ്. ഒന്ന്, ഒരാൾ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി അറവ് നടത്തുക, നല്ല കാര്യമാണ്. 2, അയാൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അറവ് നടത്തുക, അതും ആകാം. 3, ആരെങ്കിലും ഏതെങ്കിലും മഹാൻ വരുന്നതിനെ അയാളെ ബഹുമാനിച്ചുകൊണ്ട് അറവ് നടത്തുക, അത് ശിർക്കാണ്, ഹറാമാണ്, പാടില്ല. ഒരു മഹാൻ വരുന്നത് അയാളെ ബഹുമാനിച്ചുകൊണ്ട് അറവ് നടത്തുക, അറവ് ആർക്കാകാൻ പാടുള്ളൂ? അള്ളാഹ്ക്കാകാൻ പാടുള്ളൂ. 4, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുക, പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ചിലർ ജിന്നുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പുതിയ വീട് കൂടുമ്പോൾ വീട്ടിന്റെ മുമ്പിൽ അറവ് നടത്തും, എന്നിട്ട് മുമ്പിലിടും. ഇതിനാണ് ഈ ഭാഗത്തുള്ള ജിന്നുകളൊക്കെ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കൻ അറവാണത്. അങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറവുകൾ. ഇന്ന് കുബൂരികൾ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ അറവ് നടത്തുന്നത് പോലെ ഉറൂസ് നടത്താൻ വേണ്ടിയിട്ട് മഹാന്മാരുടെ ദർഗകൾക്ക് വേണ്ടിയിട്ട് അറവ് നടത്തുന്നത് പോലെ ഇതൊക്കെ ശിർക്കൻ അറവുകളാണ്. അതാണ് വമിൻഹു അദ്ദബഹു ലിഗൈരില്ലാഹ്. അദ്ദേഹം പറഞ്ഞു വമൻ യദ്ബഹു ലിൽ ജിന്നി ഔ ലിൽ ഖബർ. അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ആരെപ്പോലെ? വമൻ യദ്ബഹു ലിൽ ജിന്നി, ജിന്നിന് വേണ്ടി അറവ് നടത്തുന്ന ആൾക്കാരെ പോലെ. ജിന്നിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ജിന്നിന്റെ ഉപദ്രവം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അറവ് നടത്തുന്ന ആൾക്കാരുണ്ട്, അത് ശിർക്കൻ അറവാണ്. ഔ ലിൽ ഖബർ, ഖബറാളികൾക്ക് വേണ്ടി അറവ് നടത്തുക, മോദി ഷേഖിന് വേണ്ടിയിട്ട്, ബമ്പർദങ്ങൾക്ക് വേണ്ടിയിട്ട്, റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട്, ബദരീങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇന്ന് കുബൂരികൾ അറവ് നടത്തുന്നതൊക്കെ ശിർക്കൻ അറവുകളാണ്. അനുവദിക്കപ്പെട്ട അറവ് ഏത് മാത്രമാണ്? 1, അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട്. 2, അവനവൻ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ അറവാണ്
ഇബാദത്തായ അറവ് ഏതാണ്? അൽ അദ്ബഹു ലില്ലാഹ്, അള്ളാഹുവിന്റെ അർക്കം. ഉളുഹിയ്യത്ത് അറക്കുന്നത് പോലെ ഇബാദത്തായ അറവാണ്. അഖീഖ അറക്കുന്നത് പോലെ ഇബാദത്തായ അറവാണ്. ഇതൊക്കെ ഇബാദത്തായ അറവ്, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള അറവുകളാണ്. ധാരാളമായി ഈ ഒരു അമൽ നടക്കുന്നത് കൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അത് പ്രത്യേകം എടുത്തു പറഞ്ഞു, വമിൻഹു അദ്ബഹു ലിഗൈരില്ലാഹ് കമാ യദ്ബഹു ലിൽ ജിന്നി ഔ ലിൽ ഖബർ എന്ന് പറഞ്ഞത്. അതാ വല്ലാഹു അഅലം.